മഴയൊക്കെ ആയിരുന്ന സമയത്തെ പാവയ്ക്ക കിട്ടിയായിരുന്നു. അപ്പോൾ അതിനെ ഫാനിൻ്റെ ചുവട്ടിൽ വെച്ചിട്ടാണ് ഞാനിങ്ങനെ ഉണക്കിയെടുത്തത്. ഏതാ കണ്ടോ, ഫാനിൻ്റെ ചുവട്ടിൽ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് പാവയ്ക്ക നല്ലവണ്ണം ഉണക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഒരു പാവയ്ക്കയാണ് ഞാൻ അരിഞ്ഞ് ഫാനിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് ഉണക്കിയെടുത്തത്. ഇതൊന്ന് വറുത്തെടുക്കാം. പെട്ടെന്ന് ഒരു കറിയൊക്കെ ആക്കാനായിട്ട് നമുക്ക് ഈ പാവയ്ക്ക ഉപയോഗിക്കാം. ഇതാ കണ്ടോ, പെട്ടെന്ന് തന്നെ വറുത്ത് കിട്ടും. മഴയാണെങ്കിലും പേടിക്കേണ്ട ആവശ്യമില്ല. ഫാനിൻ്റെ ചുവട്ടിൽ കനം കുറച്ച് പാവയ്ക്ക അരിഞ്ഞിട്ടാൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇതാ ഈ രീതിയിൽ ഉണങ്ങി കിട്ടും. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു കറിയും ആക്കാം. ഓക്കെ, ഇതൊന്ന് വറുത്ത് പോരട്ടെ. ഇതുപോലുള്ള പാവയ്ക്കയുടെ കുരു ഒന്നും കളയേണ്ട ആവശ്യമില്ല. ഭയങ്കര പോഷക ഗുണമുള്ള സാധനമാണ് ഈ പാവയ്ക്കയുടെ കുരു അല്ലെങ്കിൽ അരി. അതൊന്നും കളയാതെ തന്നെ നമുക്കിത് വറുത്ത് കോരിയെടുക്കാവേ. ഇതാ നമ്മുടെ പാവയ്ക്ക, ഇതാ എല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. ഇതിൻ്റെ കുരു ഒന്നും കളയാതെ ഇതാ നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 1 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കൊരു കറിയും ആക്കാം. മഴയാണെങ്കിലും പേടിക്കേണ്ട ആവശ്യമില്ല. പാവയ്ക്ക നൈസായിട്ട് അരിഞ്ഞ് ഒന്ന് ഫാനിൻ്റെ ചുവട്ടിൽ വെച്ച് ഉണക്കി എടുത്താൽ മതി. ഒരു അടിപൊളി കറിയാവും. ഓക്കെ.